ഹലോ എവരി വൺ. എത്തിക്സ് പേപ്പർ GS4 എത്തിക്സ് പേപ്പറിൽ 125 മാർക്ക് എന്ന് പറയുന്നത് കേസ് സ്റ്റഡീസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പലപ്പോഴും കൺഫ്യൂഷൻ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ കേസ് സ്റ്റഡീസിന് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഐഡന്റിഫൈ ചെയ്ത് എഴുതേണ്ടതുണ്ടോ? പലപ്പോഴും കുട്ടികൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേസ് സ്റ്റഡി ചോദ്യങ്ങളിൽ മെക്കാനിക്കലായിട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറഞ്ഞ് അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളുടെ കാര്യം എഴുതി വെക്കാറുണ്ട്. പക്ഷെ ശരിക്കും അങ്ങനെ നമ്മൾ എഴുതേണ്ട ആവശ്യമുണ്ടോ? എഴുതണമെങ്കിൽ തന്നെ എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എഴുതേണ്ട ആവശ്യം വരുന്നത്? അപ്പോൾ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളെ പറ്റി നിങ്ങളെ അവെയർ ആക്കാൻ വേണ്ടിയുള്ള ഒരു എത്തിക്സ് റിലേറ്റഡ് വീഡിയോ ആണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഈ ഒരു കേസ് സ്റ്റഡി ഒന്ന് വായിച്ചു നോക്കിയേ. യു ആർ ദ ചീഫ് സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ്. യു ആർ ദ ചീഫ് സെക്രട്ടറി ഓഫ് എ സ്റ്റേറ്റ്. During a fire in the Revenue Department office, several important land records and corruption inquiry files were destroyed. Strangely, only files relating to politically influential individuals are lost. A junior clerk informs you privately that the fire may have been started deliberately and that he saw an official tampering with the CCTV footage. You order a silent inquiry, but before your inquiry concludes, a minister calls you and says, "We know what you are trying. Back off unless you want to be transferred." The chief minister is known to value you, but you also know your career can be wrecked if you go too far. Your own conscience, your colleagues and your family are divided about whether you should proceed. ഇപ്പം നിങ്ങൾ ഒരു സംസ്ഥാനത്തിലെ ചീഫ് സെക്രട്ടറി ആണ്. അവിടുത്തെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഫയല്, ഒരു ലാൻഡ് റെക്കോർഡുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ലാൻഡ് റെക്കോർഡ് കറപ്ഷൻ എൻക്വയറി ഒക്കെ സംബന്ധിച്ചുള്ള ചില ഫയലുകൾ ഒരു തീപിടുത്തത്തിൽ നശിച്ചു. അപ്പം നിങ്ങളുടെ ഒരു ജൂനിയർ ക്ലർക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, അതായത് ചിലപ്പോൾ ആ ഫയർ എന്ന് പറയുന്നത് ആക്സിഡൻ്റലി സംഭവിച്ചതായിരിക്കില്ല, അത് ചിലപ്പോൾ ഡെലിബറേറ്റ്ലി സംഭവിച്ചതായിരിക്കാം. കാരണം CCTV ഫുട്ടേജിൽ ഒരു ടാമ്പറിങ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പം നിങ്ങളൊരു എൻക്വയറിക്ക് ഓർഡർ ഇട്ടു, പക്ഷേ ഒരു മിനിസ്റ്റർ വിളിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നു, ഈ എൻക്വയറിയിൽ നിന്ന് നിങ്ങൾ പിന്മാറണം, ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇതാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ആർ ബീങ് ടെസ്റ്റഡ് ഹിയർ? ഇതിവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്ന എത്തിക്കൽ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? നിങ്ങൾ എന്തിനെയായിരിക്കും പ്രയോറിറ്റൈസ് ചെയ്യുക? എങ്ങനെയായിരിക്കും ഒരു സിവിൽ സർവൻറ്റിന് ഇൻറ്റഗ്രിറ്റി കീപ്പ് ചെയ്യാനായിട്ട് പറ്റുക? അപ്പോൾ ഇതിന് ഉത്തരത്തിനെ പറ്റി നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യുന്നില്ല. ബട്ട് വി വിൽ ബി സ്റ്റിക്കിംഗ് ടു വെദർ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഷുഡ് ബി റിട്ടൺ ഡൗൺ. എന്തിനാണ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? എന്തിനാണ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ കാര്യം ആദ്യം എഴുതി വെക്കുന്നത്? അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്തിക്സ് പേപ്പറിൽ UPSC എപ്പോഴും ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ് ഐഡൻറ്റിഫൈ ചെയ്ത് ബാലൻസ്ഡ് ആയിട്ട് ഒരു വ്യൂ എടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പം നിങ്ങളുടെ മാർക്ക് എന്ന് പറയുന്നത് എത്രത്തോളം ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കൊണ്ടുവരാൻ പറ്റുന്നതിലായിരിക്കും. എത്തിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സമൂഹത്തിന് ശരിതെറ്റുകളാണ് എത്തിക്സ്. പ്രൊഫഷണൽ എത്തിക്സ്, പേഴ്സണൽ എത്തിക്സ്, സോഷ്യൽ എത്തിക്സ്, ഇതിലെല്ലാം ഓവർലാപ്പ് ചെയ്യുന്ന വാല്യൂസ് കാണും, ഓവർലാപ്പ് ചെയ്യാത്ത വാല്യൂസ് കാണും. അപ്പം ഒരു കേസ് സ്റ്റഡി വന്നിട്ട് അതിൻ്റെ ശരി ഏതാണ് തെറ്റ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആബ്സല്യൂട്ടായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതി വെക്കാനായിട്ട് ഒരിക്കലും പറ്റില്ല. കാരണം പലരുടെയും ശരിയെന്ന് പറയുന്നത് പലതായിരിക്കാം. സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ് ഉത്തരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഇപ്പം ഒരു ഉത്തരത്തിൽ 5 സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ 5 സ്റ്റേക്ക് ഹോൾഡേഴ്സും ശരി ഏതാണ് തെറ്റ് ഏതാണ് എന്ന് കരുതുന്നത് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. ഒരു ഗ്രൂപ്പിൻ്റെ ശരിയെന്ന് പറയുന്നത് മറ്റൊരു ഗ്രൂപ്പിൻ്റെ തെറ്റായിരിക്കും. അപ്പം മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് ഐഡൻറ്റിഫൈ ചെയ്ത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എത്തിക്കൽ വാല്യുവേഷന് വേണ്ടിയാണ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇവരെ നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ആൻസറിൻ്റെ ആദ്യം തന്നെ എഴുതി വെക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ ചോദ്യവും അവരുടെ പെർസ്പെക്റ്റീവ്സിലൂടെ വേണം നമ്മൾ കാണാനായിട്ട്. ഇപ്പം നിങ്ങൾ ഒരു ഇഷ്യൂ ആണ് ചോദ്യത്തിന് തരുന്നത്, അതിൻ്റെ സൊല്യൂഷൻ എന്ത് ആണ് നിങ്ങൾ കൈക്കൊള്ളുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങൾ എഴുതേണ്ട സൊല്യൂഷൻ അല്ല നിങ്ങൾ എഴുതേണ്ടത്. പകരം ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ പെർസ്പെക്റ്റീവിൽ അവർ അനുഭവിക്കുന്ന ഇഷ്യൂസിൽ അവരുടെ ഗ്രീവിയൻസസ്
അതിനുള്ള സൊല്യൂഷൻ ആയിരിക്കണം നമ്മൾ ഉത്തരത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. എടുത്തെടുത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എഴുതണ്ട, പക്ഷേ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണ് എന്ന് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ കോംപ്രഹെൻസീവ് ആയിട്ട് ഉത്തരങ്ങൾ എഴുതാൻ പറ്റൂ. ഇപ്പോൾ ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫുൾ കേസ് സ്റ്റഡിയുടെ ഇഷ്യൂ ഇല്ല, ആ ഫുൾ കേസിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഇഷ്യൂ അല്ല നമ്മൾ എഴുതേണ്ടത്. അത് മാത്രമല്ല എഴുതേണ്ടത്, ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ച് അവർ കാണുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ എഴുതി വെക്കണം. ഓക്കെ, ഇപ്പൊ ഈ ഒരു കേസ് സ്റ്റഡിയിൽ ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ, പബ്ലിക്, നിങ്ങളുടെ കൊളീഗ്സ്, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ, ജൂനിയർ ക്ലർക്ക്, ആ ഫയർ ഉണ്ടായ റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, ഇതെല്ലാം സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. നിങ്ങളുടെ മുന്നിലുള്ള എവിഡൻസ്, ആത്യന്തികമായിട്ട് നിങ്ങൾ, ഇതെല്ലാം നിങ്ങളുടെ മുന്നിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. അപ്പോൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഇത്രയും ഡയമെൻഷൻസിലൂടെ വേണം നമ്മൾ ചിന്തിക്കാനായിട്ട്. അപ്പോൾ ഒരാളെ പോലും വിട്ടുപോവാതെ മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് കൊണ്ടുവരണമെങ്കിൽ എപ്പോഴും നമ്മുടെ മുന്നിൽ ആ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാന്നുള്ളത് വേണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഉത്തരത്തിൻ്റെ ഫ്രണ്ടിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതി വയ്ക്കുന്നത്. അതല്ലാതെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എഴുതി വെച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു മാർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷേ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് എപ്പോഴും ചെക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ഓവറോൾ ആൻസർ വിൽ ഗെറ്റ് എൻറിച്ച്ഡ്. ഇപ്പം തന്നെ നിങ്ങൾ മുഖം നോക്കാതെ നടപടിയെടുത്ത് മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത്. ഫാമിലിയുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കുമ്പോഴേക്കും ശരിക്കും ഫാമിലി എന്ന് പറയുന്ന ഒരു പാർട്ട്, പേഴ്സണൽ എത്തിക്സ്, പ്രൊഫഷണൽ എത്തിക്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. പേഴ്സണൽ എത്തിക്സിൻ്റെ അകത്ത് നമ്മൾ എപ്പോഴും വാല്യൂ ചെയ്യുന്നത് ഇപ്പം ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ ഓണസ്റ്റി, പ്രൊസീജിയറൽ ഇൻറ്റഗ്രിറ്റി, അങ്ങനത്തെ കാര്യങ്ങളല്ല. പകരം റാദർ ഇമോഷൻസ് ആണ്. ലവ്, അഫെക്ഷൻ, കമ്പാഷൻ, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ പേഴ്സണൽ റിലേഷനിൽ എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അപ്പോൾ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവിടെ ഓണസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതായിരിക്കില്ല അവരുടെ കൺസേൺ. അവരുടെ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ സ്ട്രെസ്ഫുൾ ആവുമോ, അല്ലെങ്കിൽ നിങ്ങൾ ട്രാൻസ്ഫേർഡ് ആവുമോ, പൊളിറ്റിക്കൽ വെഞ്ചൻസ് നിങ്ങൾക്കെതിരെ വരുമോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കൺസേൺസിലൂടെ ഫാമിലിയെ നിങ്ങൾ കൊണ്ടുപോകും നിങ്ങൾ ഈ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ. പക്ഷേ പബ്ലിക്കിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോഴേക്കും യു ആർ ഗാർഡിയൻ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് വാല്യൂസ്. നിങ്ങൾക്കൊരു ഫിഡൂഷ്യറി റിലേഷൻ ആണോ, ഫിഡൂഷ്യറി റിലേഷൻ, അതായത് യു ഒക്കുപ്പൈസ് എ പൊസിഷൻ ഓഫ് ട്രസ്റ്റ്. അപ്പം നിങ്ങൾ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് മുന്നോട്ട് പോകണം. അതാണ് പബ്ലിക് ആഗ്രഹിക്കുന്നത്. ദേ എക്സ്പെക്ട് ട്രാൻസ്പെറൻസി ആൻഡ് ജസ്റ്റിസ്. അപ്പം ഫാമിലി ആഗ്രഹിക്കുന്നതും പബ്ലിക് ആഗ്രഹിക്കുന്നതും ഒരേ കാര്യമാകണം എന്നില്ല. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോഴേക്കും, നിങ്ങളുടെ ജൂനിയർ ക്ലർക്കിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോഴേക്കും, മിനിസ്റ്ററിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ എല്ലാം ഒരേ കാര്യം ആയിരിക്കണം എന്നില്ല ഇവരെല്ലാം ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഒരു മിനിസ്റ്റർ ഡയറക്റ്റായിട്ട് നിങ്ങളോടൊരു കാര്യം പറയുന്നത്, നിങ്ങൾ അതിനെതിരെ പോകുന്നു, അത് ഇറ്റ്സ് എഗെയിൻസ്റ്റ് ദ ചെയിൻ ഓഫ് കമാൻഡ്. ഇൻസബോർഡിനേഷനാണ് മിനിസ്റ്ററിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ. നിങ്ങൾ ഓണസ്റ്റ് ആണോ ഡിസോണസ്റ്റ് ആണോ എന്നൊക്കെയുള്ള സെക്കൻഡറി. മിനിസ്റ്റർ ഡയറക്റ്റായിട്ട് നിങ്ങളോട് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ചെയ്യാതെ വരുമ്പോൾ ആക്ച്വലി യു ആർ നോട്ട് ഫോളോയിങ് ദ ചെയിൻ ഓഫ് കമാൻഡ്. നിങ്ങൾ ആ ഒരു ഇൻസബോർഡിനേഷനാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരേ സിറ്റുവേഷന് തന്നെ പലർക്കും പല പെർസ്പെക്റ്റീവ്സ് കാണും, പല എക്സ്പെക്റ്റേഷൻസ് കാണും. അപ്പോൾ ഇതെല്ലാം ഉത്തരത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് എത്തിക്സിന് ഒരു 140s ഒരു 130s റേഞ്ചിലേക്ക് നമുക്ക് മാർക്കിനെ കൊണ്ടുപോകാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പോൾ ഇനി കേസ് സ്റ്റഡീസ് ആൻസർ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വരണം. വളരെ മെക്കാനിക്കലായിട്ടല്ല നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. റാദർ ആ ഉത്തരത്തിലെ ആ ക്വസ്റ്റ്യൻ്റെ ഓരോ പാർട്ട് ആൻസർ ചെയ്യുമ്പോഴും, ഉത്തരത്തിൻ്റെ ഏത് ഭാഗമാണെങ്കിലും നിങ്ങൾ ഈ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും കൊണ്ടുവന്നിട്ട് വേണം അതിൻ്റെ അകത്ത് ഒരു ആൻസർ മെറ്റീരിയലൈസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം ഈ ഒരു അവയർനെസ്സോടെ, ഈ ഒരു കൺവിക്ഷനോടെ വേണം ആൻസർ എഴുതാനായിട്ട്. ആദ്യം തന്നെ ചോദ്യത്തിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എഴുതി വെക്കുന്നതിന് പ്രത്യേകിച്ച് മാർക്കൊന്നുമില്ല, അത് എഴുതി വെച്ചതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഓരോ പാർട്ടിലും നിങ്ങൾ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണം. ഇപ്പം വാട്ട് ആർ ദ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ബീങ് ടെസ്റ്റഡ് ഹിയർ? എത്തിക്കൽ പ്രിൻസിപ്പിൾസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. എത്തിക്കൽ പ്രിൻസിപ്പിൾ ടെസ്റ്റ് ചെയ്യപ്പെടുന്ന എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഒരു ചോദ്യം. അപ്പോൾ നിങ്ങൾ അബ്സ്ട്രാക്റ്റ് ആയിട്ട് ചീഫ് സെക്രട്ടറി എന്നൊരു നിലയിൽ നിന്ന് മാത്രം ഉത്തരം എഴുതി കഴിഞ്ഞാൽ നല്ലൊരു ആൻസർ വരണം എന്നില്ല. ഇവിടുത്തെ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് എന്താ? ലോ ആൻഡ് ഓർഡർ, ലോ ഓഫ് ലാൻഡ് നിങ്ങൾ അപ്ഹോൾഡ് ചെയ്യുന്നു എന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. മിനിസ്റ്റർ ഇപ്പം ഹോൾഡിംഗ് ഇലക്റ്റഡ് പീപ്പിൾ ടു അക്കൗണ്ടബിലിറ്റി,
അതിവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫാമിലി, ഇപ്പം നമ്മുടെ ഒരു ഹൈറാർക്കി ഓഫ് വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ യു ഷുഡ് ഓൾവേസ് പുട്ട് പബ്ലിക് അറ്റ് ഫസ്റ്റ്, അതിനുശേഷം മാത്രമേ ഫാമിലിയും ഇൻഡിവിജ്വലൊക്കെ വരുന്നുള്ളൂ. അപ്പം ഇങ്ങനെ ഭയങ്കര മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരുപാട് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഇവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ഭാഗത്ത് നിന്ന് ചിന്തിച്ച് വളരെ റിച്ചായിട്ട് കോംപ്രഹെൻസീവായിട്ട് പോയിന്റ്സ് കൊണ്ടുവന്ന് എഴുതുക. ഓക്കെ.